എതിരാളിയായിട്ടുള്ള ഏതൊരാളുടെയും പകുതി ശക്തി തന്നിലേക്ക് എടുക്കാനുള്ള ഒരു അമാനുഷിക സിദ്ധി. രാവണനെ വാലുമ്മ കുടുക്കിയിട്ട് കടലിൽ മുക്കിയെടുത്ത ബാലിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കിഷ്കിന്ധയിലെ ദ അൺഡിസ്പ്യൂട്ടഡ് കിങ് ബാലി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ രാമായണം നന്മയും തിന്മയും തമ്മിലുള്ള ഒരു കളിയൊന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗ്രേ ഷെയ്ഡ്. അതിലെ സങ്കീർണമായിട്ടുള്ള ഒരു ചിന്താവിഷയമാണ് ബാലി. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരനാണല്ലോ രാമൻ. ആ രാമന് മരത്തിന്റെ പിന്നിൽ നിന്ന് ഒളിയമ്പ് ചെയ്യേണ്ടി വന്നു ബാലിയെ കൊല്ലാൻ. ആലോചിച്ച് നോക്കൂ, വാട്ട് എ ബീസ്റ്റ് ബാലി വാസ്. പക്ഷെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ വരട്ടെ, ഈ കഥ ബാലിയുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചാലോ. ഗുഹയില് ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്റെ സ്വന്തം അനിയൻ വന്നിട്ട് ആ ഗുഹ ഒരു കല്ലുകൊണ്ട് അടച്ചിട്ട് പോണു. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ശത്രുവിനെ കൊന്നു, ഗുഹ എങ്ങനെയൊക്കെയോ തുറന്ന് തിരിച്ചു കൊട്ടാരത്തിൽ വന്നപ്പോഴോ താനിരിക്കുന്ന സിംഹാസനത്തിൽ തനിക്ക് പകരം ദാ അനിയൻ സുഗ്രീവൻ കയറിയിരിക്കണു. ആർക്കും തോന്നാവുന്ന ഒരു ദേഷ്യം അന്ന് ബാലിക്കും തോന്നിയിട്ടുള്ളൂ. ഇനി മരിക്കുന്ന സമയത്ത് രാമനോട് ബാലി ചോദിക്കുന്നുണ്ട്, രാമ, നീ ധർമ്മ സംസ്ഥാപകനാണെന്നല്ലേ പറയണത്? ഞങ്ങൾ സഹോദരന്മാര് തമ്മിലുണ്ടായ ഒരു കുടുംബ വഴക്കില് ഞാൻ പോലും അറിയാതെ മരത്തിന്റെ പിന്നിൽ നിന്ന് ഒളിയമ്പ് ചെയ്ത് എന്നെ കൊല്ലാൻ നിനക്ക് എന്താ അവകാശം എന്ന്. ബാലിയുടെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ചോദ്യം പ്രസക്താണ്. പക്ഷെ കർമ്മഫലം അത് എല്ലാവരെയും തേടി വരും തന്നെ ചെയ്യും. ബാലിക്ക് പക്ഷെ വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ജീവിതത്തില്. തന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് സുഗ്രീവന്റെ ഭാഗം കേൾക്കാൻ ബാലി തയ്യാറായില്ല. ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ ഏതൊരു ബന്ധവും തകരും. പിന്നെ ബാലിക്ക് ഒരു ചിന്തയുണ്ട്, ഐ ആം ഓൾവേസ് റൈറ്റ്, ഞാൻ എപ്പോഴും ശരിയാണെന്ന്. താര ഒരുപാട് മുന്നറിയിപ്പ് കൊടുത്തതാണ് ബാലിക്ക് സുഗ്രീവനോട് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ്. പക്ഷെ താരയുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കാണ്ടാണ് ബാലി യുദ്ധത്തിന് പോണത്. ഇങ്ങനെ അമിതമായിട്ടുള്ള ഈഗോ, ഓവർ കോൺഫിഡൻസ്, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവായ്മ, ഇതൊക്കെ ബാലിയുടെ പതനത്തിന് മുഖ്യ കാരണങ്ങളായിട്ടുണ്ട്.